നമസ്കാരം. 400-ലധികം സീറ്റുകൾ നേടി തങ്ങൾ ഭരണ തുടർച്ച നേടുമെന്ന് ബി.ജെ.പി. അവകാശപ്പെടുമ്പോൾ ഇക്കുറി ജനവിധി തങ്ങൾക്കൊപ്പമായിരിക്കുമെന്നുള്ള വലിയ പ്രതീക്ഷയാണ് ഇന്ത്യ മുന്നണിക്കുള്ളത്. പതിവിൽ നിന്ന് വ്യത്യസ്തമായി രാജ്യത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഒരു കുടക്കീഴിൽ അണിനിരന്നുകൊണ്ടാണ് ബി.ജെ.പിയെ നേരിടുന്നത്. പശ്ചിമ ബംഗാളും അതിനോടൊപ്പം പഞ്ചാബും കേരളവും അടക്കം ചില സംസ്ഥാനങ്ങളിൽ സഖ്യത്തിലെ പാർട്ടികൾ നേരിട്ട് നേർക്കുനേർ മത്സരിക്കുന്നുമുണ്ട്. എന്നിരുന്നാലും ദേശീയ തലത്തിൽ ഇവരൊക്കെ സഖ്യമായി തന്നെ നിലകൊള്ളുന്നുമുണ്ട്. ഈ ലോക്സഭ തെരഞ്ഞെടുപ്പിൽ 101 സീറ്റുകളിലാണ് INDA ബ്ലോക്കിലെ പാർട്ടികൾ സഖ്യമായി മത്സരിക്കുന്നത്. ബാക്കിയുള്ള സീറ്റുകളിൽ തനിച്ചാണ് സഖ്യത്തിലെ ഓരോ പാർട്ടികളും മത്സരിക്കുന്നത്. ഓരോ സംസ്ഥാനങ്ങളിലുമുള്ള ഈ സഖ്യ സമവാക്യങ്ങൾ, അവിടെയുള്ള വിജയ സാധ്യതകൾ, ഇതൊക്കെ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ സംസ്ഥാനം നമ്മുടെ കേരളം തന്നെയാണ്. ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ കോൺഗ്രസും ഇടതു പാർട്ടികളും നേരിട്ട് മത്സരിക്കുന്ന പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലൊന്ന് കേരളം തന്നെയാണ്. കോൺഗ്രസ് നയിക്കുന്ന UDF-ഉം CPM നയിക്കുന്ന LDF-ഉം തമ്മിലാണ് പോരാട്ടം. UDF-ന് കീഴിൽ കോൺഗ്രസ് 16 സീറ്റുകളിലും ലീഗ് 2 സീറ്റുകളിലും RSP 1 സീറ്റിലും കേരള കോൺഗ്രസ് 1 സീറ്റിലുമാണ് മത്സരിക്കുന്നത്. LDF-ലാവട്ടെ CPM 15 സീറ്റിലും CPI 4 സീറ്റിലും 1 സീറ്റിൽ കേരള കോൺഗ്രസ് M-ഉമാണ് മത്സരിക്കുന്നത്. ഇനി NDA ചേരിയിലേക്ക് വരുമ്പോൾ അവിടെ BJP 14 സീറ്റുകളിലും BDJS 4 സീറ്റുകളിലുമാണ് മത്സര രംഗത്തുള്ളത്. ഇവിടുത്തെയൊക്കെ ഫലങ്ങൾ എങ്ങനെയായിരിക്കും INDA മുന്നണിയെ തുണയ്ക്കാൻ പോകുന്നത് എന്നത് വലിയ കൗതുകം തന്നെയാണ്. അടുത്ത സംസ്ഥാനം ഉത്തർപ്രദേശാണ്. രാജ്യത്തെ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ള UP-യിൽ സമാജ്വാദി പാർട്ടി, കോൺഗ്രസ് എന്നീ കക്ഷികളാണ് INDA സഖ്യത്തിൽ പ്രധാനമായും മത്സരിക്കുന്ന കക്ഷികൾ എന്ന് പറയുന്നത്. അഖിലേഷ് യാദവ് നേതൃത്വം നൽകുന്ന സമാജ്വാദി പാർട്ടി 62 സീറ്റുകളിൽ മത്സരിക്കുമ്പോൾ കോൺഗ്രസിന്റെ മത്സരം 17 സീറ്റുകളിലാണ്. സംസ്ഥാനത്ത് 1 സീറ്റിൽ തൃണമൂൽ കോൺഗ്രസും മത്സരിക്കുന്നുണ്ട്. ആകെയുള്ള 80 സീറ്റിൽ പകുതിയിലധികവും തങ്ങൾ നേടുമെന്നുള്ള അവകാശവാദം കൂടി ഇന്ത്യ മുന്നണി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അടുത്തത് മഹാരാഷ്ട്രയാണ്. UP കഴിഞ്ഞാൽ ഏറ്റവും അധികം ലോക്സഭാ സീറ്റുകളുള്ള സംസ്ഥാനമാണ്. ഉദ്ധവ് താക്കറെ ശിവസേന, അതിനോടൊപ്പം തന്നെ കോൺഗ്രസ്, NCP ശരത് പവാർ എന്നീ പാർട്ടികളാണ് സംസ്ഥാനത്ത് സഖ്യത്തിലുള്ളത്. ഇതിൽ ശിവസേന 21 സീറ്റുകളിലും കോൺഗ്രസ് 17 സീറ്റുകളും NCP പവാർ വിഭാഗം 10 സീറ്റുകളിലുമാണ് മത്സരിക്കുന്നത്. CPM അടക്കമുള്ള പാർട്ടികളും സഖ്യത്തെ പിന്തുണച്ചുകൊണ്ട് മഹാരാഷ്ട്രയിൽ രംഗത്തുണ്ട്. ബീഹാറിലേക്ക് വരുമ്പോൾ അവിടെ RJD, കോൺഗ്രസ്, CPM, CPI, CPI ML, VIP തുടങ്ങിയ പാർട്ടികളാണ് INDA സഖ്യത്തിലുള്ളത്. RJD 23 സീറ്റുകളിൽ മത്സരിക്കുമ്പോൾ കോൺഗ്രസ് 9 സീറ്റുകളിലും CPI ML 3 സീറ്റുകളിലും VIP 3 സീറ്റുകളിലും CPM 1 സീറ്റിലും CPI 1 സീറ്റിലുമാണ് മത്സരിക്കുന്നത്. ആകെയുള്ള 40 സീറ്റിൽ 30 സീറ്റിന് മുകളിൽ തങ്ങൾ നേടുമെന്നുള്ള ആത്മവിശ്വാസമാണ് INDA സഖ്യത്തിനുള്ളത്. തമിഴകത്തേക്ക് വരുമ്പോൾ അവിടെ DMK 21 സീറ്റിലും കോൺഗ്രസ് 8 സീറ്റിലും CPM 2 സീറ്റിലും CPI 2 സീറ്റിലും VCK 2 സീറ്റിലും മുസ്ലിം ലീഗ് 1 സീറ്റിലും IJK 1 സീറ്റിലും KMDK 1 സീറ്റിലും MDMK 1 സീറ്റിലും മത്സരിക്കുന്നുണ്ട്. ഇന്ത്യ സഖ്യത്തിലെ സീറ്റ് വിഭജനം ഇത്തരത്തിലാണ്. AIDMK നയിക്കുന്ന സഖ്യത്തിൽ AIDMK 32 സീറ്റിലും പുതിയ തമിഴകം, SDPI എന്നീ പാർട്ടികൾ ഓരോ സീറ്റിലും മത്സരിക്കുന്നുണ്ട്. 2 ഇല ചിഹ്നത്തിലാണ് ഇവർ 2 പേരും മത്സരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. വിജയകാന്തിന്റെ DMDKക്ക് 4 സീറ്റ് നൽകിയിട്ടുമുണ്ട് തമിഴകത്ത്. ഈ AIDMK മറ്റൊരു ചേരിയായിട്ടാണ് മത്സരിക്കുന്നതെങ്കിൽ പോലും ദേശീയ തലത്തിൽ INDA സഖ്യത്തിലേക്ക് ഇത് വലിയ ഗുണം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളായ മണിപ്പൂർ, മേഘാലയ, നാഗാലാൻഡ് എന്നിവിടങ്ങളിൽ കോൺഗ്രസും പ്രാദേശിക പാർട്ടികളും ചേർന്നുകൊണ്ടാണ് പ്രതിപക്ഷ സഖ്യത്തെ നയിക്കുന്നത്. ഭരണകക്ഷികളും പ്രതിപക്ഷ സഖ്യങ്ങളും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിന് തന്നെയാണ് ഓരോ സംസ്ഥാനവും സാക്ഷ്യം വഹിക്കുന്നത്. പഞ്ചാബിലാവട്ടെ ഇന്ത്യ സഖ്യകക്ഷികളായ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തമ്മിലാണ് പ്രധാനപ്പെട്ട ഏറ്റുമുട്ടൽ നടക്കുന്നത്. സംസ്ഥാനത്തെ 13 സീറ്റിലും കോൺഗ്രസ്, ആം ആദ്മി പാർട്ടി, BJP, ശിരോമണി അകാലിദൾ എന്നിവർ തനിച്ച് ജനവിധി തേടുന്നുമുണ്ട്. ഹരിയാനയിലെ 10 സീറ്റിൽ സഖ്യത്തിൽ ഭാഗമായി മത്സരിക്കുന്ന കോൺഗ്രസ് 9 സീറ്റിലും ആം ആദ്മി പാർട്ടി 1 സീറ്റിലും മത്സരിക്കുന്നുണ്ട്. ദില്ലിയിൽ ആം ആദ്മി പാർട്ടി 4 സീറ്റ്, കോൺഗ്രസ് 3 സീറ്റ് എന്നിങ്ങനെയാണ് മത്സരമുള്ളത്. ഇന്ത്യ മുന്നണി തങ്ങൾക്ക് വിധി അനുകൂലമായി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ സഖ്യകക്ഷികളുടെ പ്രകടനത്തിലും കാര്യമായ മുന്നേറ്റം ഉണ്ടാകേണ്ടതുണ്ട്. എന്തായാലും കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ ചങ്കിടിപ്പാണുള്ളത്. പല സംസ്ഥാനങ്ങളിലും ഈ INDA സഖ്യത്തിലെ തന്നെ എതിരാളികളാണ് സംസ്ഥാന തലത്തിൽ അവർക്ക് നേരെ ഏറ്റുമുട്ടുന്നത്. ഇത് എങ്ങനെയായിരിക്കും ദേശീയ സഖ്യത്തിലേക്ക് വരുമ്പോൾ ബാധിക്കാൻ പോകുന്നത്, ആരൊക്കെയായിരിക്കും കൂടുതൽ സീറ്റുകൾ നേടാൻ പോകുന്നത്, ആരൊക്കെ കൂടുതൽ നഷ്ടം തങ്ങൾക്ക് ഉണ്ടാക്കി വെക്കും എന്നതൊക്കെ കണ്ടറിയേണ്ടതുണ്ട്. അങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ INDA മുന്നണിയെ സംബന്ധിച്ചും ഈ സഖ്യകക്ഷികളുടെ പ്രകടനം വളരെ പ്രധാനപ്പെട്ടതാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.